നമസ്കാരം. ടീം മലയാളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ 2 ദിവസത്തെ ഒരു തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ നിന്ന് നേട്ടം കാണാനായി തീർത്തും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റത്തിൽ അതിശക്തമായിട്ടുള്ളൊരു നേട്ടമാണെന്ന് കാണാനായത്. ഈ നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിപണിയിൽ നാളെയും നേട്ടം തുടരുമോ? എന്നീ ഘടകങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വ്യാപാര ദിനങ്ങളിലും ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലായിരുന്നു ഇന്ത്യൻ വിപണി. അങ്ങനെ ഒരു തുടർച്ചയായ മുന്നേറ്റങ്ങൾക്ക് തടയിട്ടുകൊണ്ട് അവസാന 2 ദിവസങ്ങളിലും വിപണി ഒരു നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്. അതിനൊരു ഇടവേള എടുത്ത് മാർക്കറ്റ് അതിശക്തമായിട്ട് തിരിച്ചൊരുന്നതിനാണ് നമുക്കിന്ന് കാണാനായത്. പ്രധാനപ്പെട്ട ഈ ഓഹരി സൂചികളിൽ 1% നേട്ടം കാണാനായി. നോക്കുകയാണെങ്കിൽ NSEയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി 289 പോയിൻ്റ് ഉയർന്ന് 24,329 ക്ലോസ് ചെയ്തത്. സമാനമായി BSEയുടെ മുഖ്യ സൂചികയായ സെൻസെക്സ് ആകട്ടെ 1006 പോയിൻ്റ് നേട്ടം കരസ്ഥമാക്കി 80,218 ക്ലോസ് ചെയ്തു. അങ്ങനെ നിർണായകമായി 80,000 എന്ന ആ ഒരു നിലവാരം തിരിച്ചു പിടിക്കാനും സെൻസെക്സിന് കഴിഞ്ഞു. ഈ അടിസ്ഥാന ഓഹരി സൂചികളുടെ ഒരു മികച്ച നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡർ മാർക്കറ്റിലൂടെ നോക്കുമ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു മിക്സ്ഡ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം BSEയിൽ നിന്ന് വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം 4,179 ഓഹരിയിൽ 1,958 മാത്രമാണ് നേട്ടത്തിൽ ക്ലോസ് ചെയ്ത്. 2,038 ഓഹരികളും നഷ്ടത്തിലായിരുന്നു. 183 ഓഹരികൾ അൺചേഞ്ച്ഡാണ്. മാറ്റമൊന്നുമില്ലാതെയും വ്യാപാരം പൂർത്തിയാക്കി. അതായത് ഇന്നത്തെ ഒരു നേട്ടം രേഖപ്പെടുത്തി നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരികളുടെ ഒരു കണക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ സമാനമാണ്. അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒരു 1 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഒരു വൺ സൈഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സെക്ടർ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ NSEയുടെ പ്രധാനപ്പെട്ട 13 സെക്ടർ ഇൻഡീസസുകൾ IT ഇൻഡെക്സ് മാത്രമാണ് ഒരു നഷ്ടം നേരിട്ടത്. ബാക്കിയുള്ള സെക്ടർ ഇൻഡീസസുകളെല്ലാം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നോക്കുകയാണെങ്കിൽ 3.18% നേട്ടത്തോടെ 3%-ലുള്ള നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. PSU ബാങ്ക് സൂചികയും നിഫ്റ്റി PSU ബാങ്ക് സൂചികയും 2.5% നേട്ടം കരസ്ഥമാക്കി. ഹെൽത്ത് കെയർ ആകട്ടെ 2%-ലധികം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫാർമയും 2%-ഓളം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ 1%-ന് മുകളിലുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഇൻഡസ്ട്രീസായ നിഫ്റ്റി ബാങ്കും 1.5%-ഉള്ള നേട്ടം കരസ്ഥമാക്കി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഒരു വർഷ കാലയളവിൽ പുതിയ ഒരു നിലവാരം അല്ലെങ്കിൽ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയത് 75 ഓഹരികളാണ്. അതേസമയം തന്നെ ഒരു വർഷത്തിനിടയിൽ താഴെ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ അല്ലെങ്കിൽ വീണുപോയ അല്ലെങ്കിൽ 52 വീക്ക് ലോ രേഖപ്പെടുത്തിയ 50 ഓഹരികളാണുള്ളത്. ഇനി നമുക്കിന്ന് വിപണിയെ മുന്നേറ്റത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്സിലെ ഒരു മുന്നേറ്റം തന്നെയാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഹരി സൂചിയുടെ ഭാഗമായിട്ടുള്ള ഓഹരികളിലെ ഒരു നിക്ഷേപ താല്പര്യമാണ് വിപണി എന്നൊരു മുന്നേറ്റത്തിലേക്ക് നയിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് നോക്കുകയാണെങ്കിൽ വിപണി പൊതുവിലെ പ്രതീക്ഷയിലും മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ ഇന്നൊരു ബൈങ് ഇൻട്രസ്റ്റ് കണ്ടതാണ് ഒരു മുന്നേറ്റത്തിന് സൂചികയും ലിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ഓഹരികൾ മുന്നേറിയതോടെയാണ് അടിസ്ഥാന സൂചികളും ഉയരങ്ങളിലേക്ക് കുതിച്ചത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 5%-ലധികമുള്ള നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പം വിപണി പ്രതീക്ഷയിലും മുകളിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയിലും മികച്ചൊരു റിസൾട്ട് പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ സാധിച്ചതോടെ 5%-ലധികമുള്ള നേട്ടം റിലയൻസ് ഇൻഡസ്ട്രീസിൽ കണ്ടു. അപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിലെ 5% നേട്ടം കൊണ്ട് മാത്രം നിഫ്റ്റിയുടെ ഇന്നത്തെ ഈ വർധനയിൽ 40%-ഉള്ള കോൺട്രിബ്യൂഷൻ റിലയൻസിൻ്റെ ഭാഗത്തു നിന്ന്. കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മുന്നേറ്റത്തിലേക്ക് 105 പോയിൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തതും റിലയൻസ് ഇൻഡസ്ട്രീസാണ് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10 മാസങ്ങൾക്കിടെ പറയുകയാണെങ്കിൽ 2024 ജൂണിന് ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഗെയിനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റ് ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളായ ICICI ബാങ്ക് എന്നും മുന്നേറ്റം കാഴ്ചവെച്ചു. അതിൽ നിന്ന് 36 പോയിൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നിഫ്റ്റിയിലേക്ക് വന്നിട്ടുണ്ട്. സമാനമായി ആക്സിസ് ബാങ്കും ഇന്ത്യൻ നേട്ടത്തിൽ നിന്നും 16 പോയിൻറ്റും നിഫ്റ്റിയുടെ മുന്നേറ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് 15 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം സംഭാവന ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ഒരു ശമനം അല്ലെങ്കിൽ ഒരു അയവ് വന്നേക്കുന്നതിൻ്റെ ഇത് വിപണി പോസിറ്റീവ് എടുത്തിട്ടുണ്ട്. അയവ് വന്നേക്കുന്നതിനേക്കാളേറെ ഭീകരാക്രമണം നടന്നതിന് ശേഷം യുദ്ധം പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോകാതെ ഒരു കാര്യങ്ങൾ വഷളാകാതെ എന്നാൽ രാജ്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മറുപടികൾ അല്ലെങ്കിൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിന് വിപണി പോസിറ്റീവ് ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഇപ്പോഴും ഇതുവരെയുള്ള നമ്മളൊരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക കൂടുതൽ ഡിപ്ലോമാറ്റിക്കലും സ്ട്രാറ്റജിക്കലിയുമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഹൈപ്പർ അഗ്രസീവായിട്ടുള്ള പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ റീറ്റാലിയേറ്ററി ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഇതിനൊക്കെ എടുക്കുകയും ഒരു വാറിലേക്ക്
സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ അവധാനതയോടെ നോക്കിയും കണ്ടും ചെയ്യാനുള്ള ആ ഒരു ഇതിനെ മാർക്കറ്റ് ഒരിതെടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരു സെൽ മോഡിൽ നിൽക്കുമ്പം ഒരു മാർക്കറ്റ് സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു അനിശ്ചയാവസ്ഥ നിൽക്കുമ്പം ഏവരെ ഒരു അമ്പരപ്പിച്ചുള്ള നേട്ടം കരസ്ഥമാക്കി മുന്നോട്ട് കുതിക്കാനുള്ളൊരു കഴിവ് മാർക്കറ്റിനുമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഇത്തവണയും കണ്ടാണ് ഏപ്രിൽ 7 എല്ലാവരും ഒരു വളരെ വീക്ക് സെന്റിമെൻറ്റ്സ് നിന്നപ്പോഴാണ് മാർക്കറ്റ് പെട്ടെന്നധികം ഷാർപ്പായിട്ട് റിക്കവറി ഉണ്ടായത്. താരിഫ് പോസ്റ്റിൻ്റെ പ്രഖ്യാപനോടുണ്ട്. എന്തിരുന്നാൽ പോലും പ്രതീക്ഷയുടെ മുകളിലൊരു നേട്ടമാണ് വിപണി നൽകിയിട്ടുള്ളത്. വിപണിയുടെ ആ ഒരു കഴിവിനെ നമ്മൾ കുറച്ച് കാണരുത്. പിന്നെ മൂന്നാമതായിട്ടൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപകർ മടങ്ങിവരവ് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ അവസാനം 8 വ്യാപാര ദിനങ്ങളിൽ നോക്കുകയാണെങ്കിലും FAS ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ മാത്രം ലാസ്റ്റ് ട്രേഡിംഗ് വീക്കിൽ മാത്രം 17,425 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകിയിട്ടുള്ളത്. അപ്പം നോക്കുകയാണെങ്കിൽ ഇത് അവിടുത്തെ US ഡോളറിൻ്റെ ഒരു ഡോളർ ഇൻഡെക്സ് താഴ്ന്നു നിൽക്കുന്നതും അതിനോടൊപ്പം തന്നെ US വിപണിയിലെ ഒരു പണപ്പെരുപ്പ് സംഭവിച്ച ഇൻഫ്ലേഷണറി ആയിട്ടുള്ള ഒരു കൺസേൺസുമാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങി വരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നിട്ട് സഹായിച്ചിട്ടുള്ളത് ഗ്ലോബൽ പ്രത്യേകിച്ച് ഏഷ്യൻ വിപണികളിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള സ്വാധീനം ഇന്ത്യൻ വിപണിയെയും പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണാം. പ്രത്യേകിച്ച് ചൈനീസ് മാർക്കറ്റുകളൊക്കെ ഇന്നൊരു ഓപ്പണിംഗ് ചെയ്ത് പോസിറ്റീവിലായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നിഫ്റ്റി ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു നേട്ടത്തോടെയായിരുന്നു ഇന്നത്തെ ഒരു ഓപ്പണിംഗ്. എങ്കിലും തുടർന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്തുന്നുണ്ട്. ഡേ മുഴുവൻ നിലനിർത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിലൊരു ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി നോക്കുകയാണെങ്കിലും ഷോർട്ട് ടൈം മാർക്കറ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മാർക്കറ്റ് ഒരു സ്റ്റിൽ ബുള്ളിഷ് സൈഡിൽ തന്നെയാണുള്ളത്. ഇതിപ്പോൾ കൂടുതലും പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ട്രേഡേഴ്സിൻ്റെ ഒരു മാർക്കറ്റാണ് നിലവിലുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു ഇൻട്രാഡേ ബേസിസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഒരു ബൈയിങ്ങും ഒരു റെസിസ്റ്റൻസിലോട്ട് എത്തുമ്പോൾ ഒരു സെല്ലിംഗ് ഉള്ളൊരു അപ്രോച്ച് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ വർക്കാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റിയും ഇനി വരാനുള്ള ന്യൂസ് ഫ്ലോസ് ഇപ്പോഴുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉരുത്തിരിയാനുള്ള മുന്നിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവൻറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ട്രേഡേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റായിട്ട് നമുക്ക് കൂടുതൽ തോന്നുന്നുണ്ട്. ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകൾ നോക്കുകയാണെങ്കിൽ 24,200 നിഫ്റ്റിയുടെ തൊട്ടടുത്ത സപ്പോർട്ട്. അതിന് താഴെ 24,100 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതിൻ്റെ താഴെ 23,800 അതിനേക്കാൾ അതിശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട്. അതും ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ റീതിങ്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. എന്നിരുന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ 24,200 24,100 നിഫ്റ്റിയുടെ ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറിച്ച് മുകളിലേക്കുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ 24,400 24,500 ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയാൻ. 24,550 റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഏരിയ കൂടെയാണ്. ഓൾ ടൈം ഹൈ എന്ന് റീസെൻ്റ് ആയിട്ട് ലോ നോക്കുമ്പോൾ 61.8% റീട്രേസ്മെൻറ്റ് വരുന്ന ലെവൽ കൂടെയാണ്. അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് തന്നെ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തതിന് ക്ലോസ് ചെയ്യുന്ന പക്ഷമാണ് നമുക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുക. ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ നമ്മൾ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 24,900 താഴെ പോകുന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ കഴിയും. മറിച്ച് 24,360 മുകളിൽ 24,360 മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് മുന്നേറാനുള്ള ശ്രമവും നാളെ നിഫ്റ്റി നടത്താനാണ് സാധ്യത. US വിപണിയുടെ ഇന്നത്തെ ക്ലോസിംഗ് നോക്കണം. അവിടെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ റിസൾട്ട് വരാനുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു മാർക്കറ്റ് ചെറിയ വോളറ്റൈലായിട്ട് നിൽക്കാം. എന്നിരുന്നാലും നമുക്കൊരു പോസിറ്റീവ് ഒരു ഔട്ട്ലുക്ക് തന്നെ അത് കോഷ്യസോടെയുള്ള ഇച്ചിരി ജാഗ്രതയോടെ പാലിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ കാര്യങ്ങൾ കാണാനാകുന്നത്. ഇപ്പം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ ഇവർക്ക് നാളെ നല്ലതിന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.